ഹലോ ഹായ് നമസ്കാരം. റോക്കി ബായ് സിജു ബായ്ക്കിട്ട് നല്ലൊരു പഞ്ച് കൊടുത്തു. ആ പഞ്ച് കിട്ടിയതിൻ്റെ ഭാഗമായി സിജു ബായ് ഇപ്പോൾ ഒരു സർജറിക്ക് പോകേണ്ട അവസ്ഥയിലാണ്. റോക്കി ബായ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ബിഗ് ബോസിനെ കുറിച്ചിട്ടാണ്. ബിഗ് ബോസ് പൊതുവേ പണ്ട് മുതലേ എനിക്കൊരു ഇച്ചിരി താല്പര്യമില്ലാത്ത പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിൻ്റെ കുറേ എപ്പിസോഡുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സീസൺ തുടങ്ങിയതിന് ശേഷം പറ്റുന്ന എപ്പിസോഡുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. വീഡിയോ സീരീസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എനിക്കറിയില്ല എന്നെ കാണുന്ന സ്ഥിരമായി കാണുന്ന ആളുകളിൽ എത്ര പേർക്ക് അതിൻ്റെ ഒരു അനാലിസിസോ അതൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടാകും എന്ന്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി. അതിനൊരു ബിഗ് ബോസിനും അപ്പുറം ഒരുപാട് ലെയേഴ്സ് ഉള്ളൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ആദ്യം ഞാൻ ഇന്ന് കണ്ട ഒരു റീല് കാണിച്ചിട്ട് തുടങ്ങാം. ഈ റീല് ചെയ്തിരിക്കുന്ന ക്രിയേറ്ററിനെ ഞാൻ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നതാണ്. പുള്ളിയുടെ കുറേ പരിപാടികളൊക്കെ ഞാൻ നോക്കി വെക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് കിക്ക് ബോക്സിങ് പഠിക്കാൻ പോകാനുള്ളൊരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 1 മന്തോളമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്തും തൊട്ട് ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നതാണ്. എന്തായാലും റീല് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ബോസിൽ ഇന്നലെ റോക്കി സിജോക്ക് അടിച്ച ഹുക്ക് പഞ്ച് എങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്ന് നോക്കാം. ഈ കൈ കൊണ്ടാണ് ഹുക്ക് പഞ്ച് ചെയ്തത്. കുറെ കൂടി പവറിൽ ചെയ്തായിരുന്നെങ്കിൽ സിജോ ഇന്നലെ ബോധം കെട്ട് വീഴുമായിരുന്നു. ഇനി ആർക്ക് കിട്ടുകയാണെങ്കിൽ പോലും നല്ല ഫോമിൽ കിട്ടുകയാണെങ്കിൽ നമ്മുടെ ബോധം പോകും. സ്ട്രെയിറ്റ് പഞ്ച് അല്ല, അതിന് പകരം ഹുക്ക് പഞ്ചാണ് ചെയ്യുന്നത്. ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് ഈ പഞ്ച് വരുന്നത്. ഈ ഒരു ആംഗിളിലേക്ക് ഇങ്ങനെ ആയിരിക്കാം ഈ പഞ്ച് വരുന്നത്. അപ്പൊ നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ചാൽ മതി. അതായത് 1 ബ്ലോക്ക്. പിന്നെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാം. ബിഗ് ബോസിൽ ശരിക്കും അടിക്കാനില്ല, അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ സാധ്യതയില്ല. പക്ഷെ നമുക്ക് റിയൽ ലൈഫിലാണെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്കും കൂടി ചെയ്യണം. കാരണം ഇയാൾ ഒരടി കൊണ്ട് മതിയാക്കത്തൊന്നുമില്ലല്ലോ. സോ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എനിക്ക് കുറച്ച് ക്ലാരിറ്റി വരുത്താനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മസിൽ മെമ്മറി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു കാര്യം ചെയ്ത് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യമാണോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. ഇപ്പോൾ സിമ്പിൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്നതാണ്. പണ്ട് ഔട്ട് എന്ന് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടുവിരലെടുത്തിട്ട് O എവിടെയാണ്, U എവിടെയാണ്, T എവിടെയാണ് എന്ന് ടൈപ്പ് ചെയ്യും. അത് കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ 2 കൈ വെച്ചിട്ട് തന്നെ കീബോർഡ് യൂസ് ചെയ്യുക. നമ്മുടെ ഒരു മസിൽ മെമ്മറിയാണ്. പല ആളുകൾക്ക് ഇപ്പോൾ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് മസിൽ മെമ്മറിയാണ്. നമ്മളൊരു പെർട്ടിക്കുലർ ടാസ്ക് ഇങ്ങനെ ചെയ്ത് കുറച്ച് നാൾ ശീലിച്ചതിന് ശേഷം അത് വേറൊരു രീതിയിൽ ചെയ്യേണ്ടി വരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ഈ ഫൈറ്റിംഗ് പഠിക്കുന്ന സമയത്ത്, നമ്മൾ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ പഞ്ച് തന്നെ ഒരുപാട് വട്ടം ചെയ്ത് ഒരു പഞ്ച് ചെയ്യുമ്പോൾ ഫുൾ ബോഡി മൂവ്മെൻ്റ് ഉണ്ട്. അതായത് ലെഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ആ ഫോഴ്സ് വരുന്നത് പുറത്തേക്ക്. അപ്പോൾ അത് ഒരാളുടെ മസിൽ മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാകുന്നൊരു കാര്യം. അതിൽ റോക്കി ബായ് ഇടിച്ച ഇടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് കാണാൻ പറ്റും. ഒരു ഫോമിലേക്ക് വന്നിട്ടാണ്, ബാക്കിലേക്ക് ഒരു ലെഗ് വന്ന് ഷോൾഡറിൻ്റെ ഫുൾ സ്ട്രെങ്ത് എടുത്തിട്ടാണ് ആ ഹുക്ക് അദ്ദേഹം കൊടുക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചുമ്മാ ഒരു ഇടിയല്ല, അത് കറങ്ങി വരുന്നൊരു ഇടിയാണ്. ഷോൾഡറും കൂടി എടുത്ത് ഫുൾ ബോഡിയുടെ ഒരു സ്ട്രെങ്ത് ഒക്കെ വെച്ചിട്ട് അത് പ്രോപ്പറായിട്ട് കിട്ടിയിരുന്നെങ്കിൽ നോക്കൗട്ട് ആവും എന്നുള്ള കാര്യം ഷുവറാണ്. പ്രത്യേകിച്ച് സിജോയ്ക്ക് ഇപ്പോൾ ഉള്ള അവസ്ഥ വെച്ച് നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ, പിന്നെ ട്രെയിൻഡ് അല്ലാത്തൊരാൾ എന്നുള്ള നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ നോക്കൗട്ടായി പോകേണ്ടതായിരുന്നു. എന്ന് വെച്ചാൽ ബോധം പോവേണ്ടുന്ന ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പഞ്ച് തന്നെയായിരുന്നു അത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ ഇത് തടുക്കണമെങ്കിൽ ഈ തടുക്കാൻ നിൽക്കുന്ന ആൾക്കും ഇതേ മസിൽ മെമ്മറി വേണം. അതുപോലെ തന്നെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഒരു ഇടി വരാൻ പോവാണ്, ഒരു പഞ്ച് ഏത് നിമിഷവും വരും, ഞാനത് തടുക്കാൻ തയ്യാറായിട്ട് നിൽക്കണം എന്ന രീതിയിൽ പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുകയും ഇങ്ങനെ തടഞ്ഞ് ശീലമുള്ള ഒരാളാണെങ്കിൽ മാത്രമാണ് ആ വരുന്ന ഹുക്ക് പഞ്ചിനെ തടയാൻ പറ്റുക. സിജോയെ പോലെ ഒരാൾക്ക് അതല്ല, ഇപ്പം ട്രെയിൻഡ് അല്ലാത്ത ഒരാളെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ഒരു പഞ്ച് വരുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം പറയുന്ന പോലെ തടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു ഇടി വരുമ്പോൾ ഇങ്ങനെ കൈ വെക്കുക എന്ന് പറയുന്നൊരു കാര്യം. കരാട്ടെ കിഡ് എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. എവ്രിതിങ് ഈസ് കുങ് ഫു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാക്കി ചാൻ പറയുന്നുണ്ട്. നമ്മുടെ ഓരോ മൂവ്മെൻറ്റും നമ്മൾ ട്രെയിൻഡ് ആയിരിക്കുക, ബോഡി ഏത് രീതിയിലും മൂവ് ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. റോക്കി എത്രത്തോളം ട്രെയിൻഡ് ആണ് എന്നെനിക്കറിയില്ല, പക്ഷേ അയാൾ ട്രെയിൻഡ് ആണ്. ഒരു ഹുക്ക് പഞ്ചൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ട്രെയിൻഡ് ആണ്. ഇനി ആ പഞ്ചിനെ ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ, സിജോ അത് ചോദിച്ചു വാങ്ങിയതാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലെ ആമ്പിള്ളേരുടെ ബേസിക് ആയിട്ടുള്ള ചെറിയ ചില സ്വഭാവങ്ങളൊക്കെ പറഞ്ഞുതരാം. ഒന്ന്, വളരെ പെട്ടെന്ന് നമുക്ക് സൊല്യൂഷൻസ് വേണം. അതായത് ദേഷ്യപ്പെടുന്ന സമയത്ത് ഒന്നെങ്കിൽ തെറി വിളിക്കുക, അല്ലെങ്കിൽ തല്ലുക. ഏതെങ്കിലും ഒരു രീതിയിലൂടെ പെട്ടെന്ന് ആ ഒരു ദേഷ്യത്തിൻ്റെ ഒരു ഓവർഫ്ലോ ഉണ്ടല്ലോ ഉള്ളിലുണ്ടാവുന്ന. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് വട്ടം ചാടിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഒന്നെങ്കിൽ ചീത്ത വിളിക്കും. ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ടിട്ടാണ് ഉള്ളിലിരുന്ന് ചീത്ത വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നാവിന് മോശം, നിങ്ങളുടെ മനസ്സിന് മോശം, കൂടെ ഇരിക്കുന്നവർക്ക് കേൾക്കുന്ന മോശം എന്നേ ഉള്ളൂ. ഗ്ലാസ് താഴ്ത്തിയിട്ടാണെങ്കിൽ ചിലപ്പോൾ മറ്റേ ആൾ റിയാക്ട് ചെയ്തു എന്ന് വരും. എന്തായാലും അങ്ങനെ റിയാക്ട് ചെയ്ത് പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ
ആൺപിള്ളേർക്കാണ് കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ കാര്യം എനിക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഈ ഉള്ളിൽ വരുന്ന ദേഷ്യത്തിനെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വിടണം. വിട്ട് കഴിഞ്ഞാൽ ഒരു ആശ്വാസം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ദേഷ്യത്തിനെ ഒന്നെങ്കിൽ വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഈ കൈ കാര്യം ചെയ്യുന്നതിലൂടെ പുറത്തേക്ക് വിടുക എന്ന് പറയുന്നത്, അതിനൊരു സൊല്യൂഷൻ കാണുക എന്ന് പറയുന്നത് ഇപ്പോൾ ബഹുഭൂരിപക്ഷത്തിൻ്റെ ഒരു ശീലം കൂടി ആയിരിക്കുകയാണ്. അതിനൊരുപാട് സാമൂഹ്യ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ പത്രത്തിൽ കാണുന്ന വാർത്തയാണ് തട്ടുകടയിൽ നിന്ന് ബീഫിൻ്റെ കറി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കഷ്ണം കുറഞ്ഞു പോയതിന് കടക്കാരനെ കുത്തി എന്നൊക്കെ തുടങ്ങുന്ന വാർത്തകളൊക്കെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചോദ്യം ചെയ്യുമ്പോൾ മറ്റേ ആൾ തിരിച്ച് ചോദ്യം ചെയ്യും. അപ്പോൾ ഇയാളോട് വാക്ക് കൊണ്ട് ജയിച്ച് നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ശരീരം കൊണ്ട് ജയിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു വാഗ്വാദം എത്രയും പെട്ടെന്ന് ജയിച്ച് അതിനൊരു സൊല്യൂഷൻ കാണുക എന്ന് പറയുന്നത്, ആ ദേഷ്യത്തിന് പുറന്തള്ളുക എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെയാണ് പല ആളുകളും ചെയ്യുന്നത്. ബിഗ് ബോസ് ഇപ്രാവശ്യത്തെ ഈ സീസൺ തുടങ്ങിയതിന് ശേഷം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് ചാർജ് ചെയ്യുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ട് എന്താ 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 എന്താ. അതായത് രണ്ട് വ്യക്തികൾ ഇങ്ങനെ നിന്ന് സമാധാനമായി സംസാരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താ 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 എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു, എന്നാ എന്താ എന്താന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. ഈ പറയുന്ന ഒരു ചാർജിങ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതൊരു പ്രോപ്പർ രീതിയല്ല. മറ്റേ ആളെ പരമാവധി പ്രകോപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ മോശം സ്ട്രാറ്റജിയാണ്. അതൊരു റിയൽ വേൾഡ് പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് വളരെ മോശം സിറ്റുവേഷൻസിലേക്ക് ഇതിനു മുമ്പ് നടന്ന പല വാഗ്വാദങ്ങളും എത്തിച്ചേരേണ്ടതായിരുന്നു. ഇനി ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായ ആ കോൺവെർസേഷൻ ഞാൻ കണ്ടു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവർ എന്ത് കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു റേഞ്ചിൽ വന്ന് നിൽക്കുകയാണ്. അതായത് എൻ്റെ ഒരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഒരാൾ വളരെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് താല്പര്യമുള്ള ആളാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ, എനിക്കൊരു കുഴപ്പമില്ല. എങ്കിൽ പോലും ചെറിയൊരു ബുദ്ധിമുട്ട് ചിലർക്ക് അനുഭവപ്പെടും കേട്ടോ. ഇനി എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. എനിക്ക് ദേഷ്യമുള്ള ഒരാളാണെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടില്ല. ഞാൻ അറ്റാക്ക് ചെയ്യാൻ തക്കവണ്ണം അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് മാറി നിൽക്കാൻ തക്കവണ്ണം എൻ്റെ മനസ്സെന്നോട് എന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഇവർ തമ്മിൽ വളരെ ഹീറ്റഡ് ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ഉണ്ടാകുന്നു. റോക്കി ബായിനെ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സിജോ പറയുന്ന വാക്കുകൾക്ക് റോക്കിക്ക് ഇങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞ് ജയിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ. അതിൻ്റെ കൂടെയാണ് ഇവർ ശരീരത്ത് തൊടുന്നത്. ശരീരത്ത് തൊടുക എന്ന് പറയുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തൊടാൻ പാടില്ല. ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ട്രാൻസ്ജെൻഡർ ആയിക്കോട്ടെ, കുട്ടിയായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ആരായിക്കോട്ടെ, നിങ്ങളുടെ അച്ഛനോ അമ്മയോ മക്കളോ കൊച്ചുമക്കളോ ആരും ആയിക്കോട്ടെ, ദേഹത്ത് തൊടരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ദേഹത്ത് തൊടാതിരിക്കുക. അതൊരു മാന്യതയാണ്, അയാളുടെ പ്രൈവസിയാണ്, അയാളുടെ ശരീരമാണത്. ഈ അടി ഉണ്ടാകുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യാൻ പോകുന്ന അതല്ല ഞാൻ പറയുന്നത്. എൻ്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടരുത്. ഇവർ ഈ ഫസ്റ്റ് ആ ഫൈറ്റ് രംഗത്തിലേക്ക് കടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടിക്ക് തൊട്ടിട്ടാണ്. ഈ എൻ്റെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 1 പറഞ്ഞ 2 അടി, അതായത് അടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ പിടിച്ചിങ്ങനെ തട്ടുക എന്നുള്ളതാണ്. ഈ തട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലയാണല്ലോ, ഞാനിങ്ങനെ തല ഉയർത്തി പിടിച്ച് അഭിമാനത്തോടുകൂടി നിൽക്കുക എന്ന് പറയുന്നത്, അതിനെങ്ങടെ ഇളക്കുകയാണ്. അപ്പോൾ എനിക്ക് വരുന്നൊരു ദേഷ്യം ഉണ്ടാവുമല്ലോ. എൻ്റെ ദേഹത്ത് തട്ടി എന്നെ തല്ലിയതിന് തുല്യമാണ്, എൻ്റെ മുഖത്തടിക്കുന്നതിന് തുല്യമായിട്ട്, അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇവർ താടിക്ക് പിടിച്ചു തുടങ്ങിയപ്പോഴേ റോക്കി പറഞ്ഞു, എൻ്റെ ദേഹത്ത് തൊടരുത്, തൊട്ടാൽ ഞാൻ ഇടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ തൊട്ടാൽ ഞാൻ ഇടിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നെ തുടരുന്നത് തന്നെയാണ്. അപ്പോൾ അത് സിജു 1 പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു. ഈ ബിഗ് ബോസ് ഇപ്രാവശ്യത്തെ ഈ സീസൺ തുടങ്ങിയതിന് ശേഷം 2 വട്ടം ഇതേ വിഷയമുണ്ടായി. എൻ്റെ ശരീരത്ത് തുടരുത് എന്ന് രതീഷ് എന്നല്ലേ പുള്ളിയുടെ പേര്, രതീഷ് പറയുന്നു. അതിനുശേഷം സുരേഷ് പറയുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ ദേഹത്ത് തുടരുത് എന്ന് പറഞ്ഞത്, എനിക്ക് ആ പേരുകൾ പറഞ്ഞപ്പോൾ ഒരു ചിരി വന്നത് ഒരു പരസ്യം ആലോചിച്ചിട്ടാണ്, അല്ലാതെ അവരോട് പുച്ഛമുണ്ടായിട്ടോ വിഷയത്തിനോട് പുച്ഛമുണ്ടായിട്ടോ അല്ല. ഈ ശരീരത്ത് തുടരുന്ന പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും ആരായാലും തൊടാൻ പാടില്ല എന്നേ. ആ കാര്യം തന്നെയാണ് സിജോ അവിടെ ലംഘിച്ചത്. സിജോയുടെ അടുത്ത് ദേഹത്ത് തൊട്ടാൽ ഇടിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദേഹത്ത് തുടരുന്നതാണ്. അപ്പോൾ സിജോ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്, വളരെ ക്ലോസ് റേഞ്ചിൽ ബിഗ് ബോസ് ആണ്, ഇടിച്ച ഔട്ടാവും എന്നുള്ള പേടിയുള്ളതുകൊണ്ട് അവൻ എന്നെ ഇടിക്കില്ല എന്ന് പറയുന്ന ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. വളരെ ക്ലോസ് റേഞ്ചിൽ ഒരു ഫൈറ്ററിനെ സംബന്ധിച്ച് നല്ല ഉഗ്രൻ പഞ്ച് കൊടുക്കാൻ പറ്റുന്ന അത്രയും ക്ലോസ് റേഞ്ചിൽ പോയിട്ട് ഒരു കൈ എടുത്ത് നേരെ ബാക്കിൽ വെച്ചു. അതായത് ഈ കൈ ഓൾറെഡി ലോക്കാണ്, ഈ കൈ കൊണ്ട് സിജോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പുറത്തെ കൈ ഇവിടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഒരു രീതിയിൽ ബ്ലോക്ക് ചെയ്യാൻ പാകത്തിനുള്ള ആ രീതിയിൽ എടുക്കാൻ പാകത്തിന് ഈ കൈ ഇല്ല. ഈ കൈയും വളരെ റിലാക്സ് ആയി വെച്ചിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ദേഹത്ത് തുടരുതെന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് ഇങ്ങനെ പോയി ക്രോസ് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും ഫ്രീ ആയിട്ടുള്ള ഒരു ഹാൻഡ് എന്ന് പറയുന്നത്, അയാളുടെ ഒരു പക്ഷേ എനിക്ക് ആ പഞ്ച് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് അയാളുടെ സ്ട്രോങ് ഹാൻഡ് വരുന്നത് റൈറ്റ് തന്നെ ആയിരിക്കും. അയാളുടെ ഒരു ലെഗ് ബാക്കിലേക്ക് വെച്ച് കൃത്യമായിട്ടൊരു ഹുക്ക് കൊടുക്കുന്നത് പോലെ നല്ലൊരു ഹുക്ക് പഞ്ചാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത് സിജോ ആണ് പ്രകോപനം
കൂടുതലാക്കിയത്. പ്രകോപിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ പരിപാടി. അവിടെ നേരെ ഉപയോഗി സംസാരിക്കാൻ അറിയാവുന്ന 1-2 പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് അവരെ നമ്മൾ റിയൽ ലൈഫിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ തോന്നത്തക്ക രീതിയിൽ നന്നായി പെരുമാറുന്ന ആളുകളാണ് എന്നൊരു ഫീല് നമ്മളിൽ എന്നിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെയും ഈ വെറുതെ പ്രകോപിച്ച് എന്തെങ്കിലുമൊക്കെ ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറയിൽ ഫേസ് വരിക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ പ്രകോപിപ്പിച്ച് ഇതിനെ ഒരു ഷോ ആക്കി മാറ്റി മാക്സിമം കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിജോയുടെ ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ അയാൾ മറ്റേ ആളുടെ ശരീരത്തിൽ തൊടരുത് എന്ന് പറഞ്ഞപ്പോഴും വളരെ ക്ലോസ് റേഞ്ചിൽ നേരെ പുറകിൽ പോയി തൊടാനുള്ളൊരു ധൈര്യം കാണിച്ചു. ഇനി റോക്കിയുടെ സ്ഥാനത്ത് അവിടെ ഉണ്ടായിരുന്നത് അൻസിബയായിരുന്നെങ്കിൽ, അവിടെ ഉണ്ടായിരുന്നത് ജാസ്മിൻ ആയിരുന്നെങ്കിൽ, അവിടെ ഉണ്ടായിരുന്നത് നോറയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ, ഇതേ പഞ്ച് അവർ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ എടുക്കുക? എൻ്റെ ശരീരത്തിൽ തൊടരുത് എന്ന് ജാസ്മിൻ പറയുന്നു. നമ്മുടെ സിജോ അത് കേൾക്കാതെ പുറത്ത് കൈവെക്കുന്നു. അങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. സിജോ അത്രയും മോശം ഒരു ക്യാരക്ടറായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിനൊക്കെ അത്യാവശ്യം ബോധമുള്ള ഒരാളൊക്കെ തന്നെയാണ്. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനൊരു പഞ്ചുണ്ടായിരുന്നെങ്കിൽ അവിടെ നമ്മൾ ആരോടൊപ്പം നിൽക്കുമായിരുന്നു? ഞാനിതിൽ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. റോക്കി ഇടിച്ചത് വളരെ മോശമായിപ്പോയി. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അവിടെയും ആത്മസംയമനം പാലിക്കാൻ പറ്റുന്ന ആൾക്ക് കൂടി പറഞ്ഞിട്ടുള്ളതാണ് ഈ ബിഗ് ബോസ് വിന്നർ ആവുക എന്നുള്ളത്. അതുപോലെ തന്നെ കയ്യാങ്കളി ഒന്നിനും ഒരു പരിഹാരമൊന്നുമല്ല. പക്ഷേ ഒരാളുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് അയാൾ പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷവും അതിക്രമിച്ച് കയറുമ്പോൾ അയാളൊരു ട്രെയിൻഡ് ഫൈറ്ററാണ്. ഇപ്പോൾ ട്രെയിൻഡ് അല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ പെട്ടെന്ന് കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് ഒരു ഷോയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇയാൾ തന്നിലേക്കൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് തന്നെ ഗാർഡ് ചെയ്ത് ഒരു പഞ്ച് കൊടുക്കാൻ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ്. അയാളുടെ മസിൽ മെമ്മറി അതാണ്. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ അത് തന്നെയായിരിക്കും. അതായത് പറഞ്ഞു വരുന്നത് ഇവിടെ റോക്കിയെ ന്യായീകരിക്കാനോ സിജോയ്ക്ക് കിട്ടിയത് നന്നായി പോയെന്നോ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. സിജോയുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായിരുന്നു, റോക്കിയുടെ ഭാഗത്തു നിന്നൊരു റിയാക്ഷൻ ഉണ്ടായി. ആ റിയാക്ഷൻ അങ്ങനെയല്ല ഉണ്ടാവേണ്ടിയിരുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി അത് അങ്ങനെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അടുത്ത ഒരാൾ എൻ്റെ ശരീരത്ത് തൊടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടരുത്. അയാളുടെ ക്ലോസ് റേഞ്ചിൽ ഒരു കയ്യകലത്തിനകത്തേക്ക് കയറി നിൽക്കുമ്പോൾ നിങ്ങളുടെ സാമീപ്യം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറയുകയാണെങ്കിൽ, ബസ്സും ട്രെയിനും ഒക്കെ ആയിട്ട് നല്ല തിരക്കുള്ള സമയത്തുള്ള കാര്യമല്ല പറയുന്നത്, ഇതുപോലൊരു കോൺവെർസേഷനിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാതിരിക്കുക. ഇപ്പോൾ പുറം ലോകത്താണെങ്കിലും ബിഗ് ബോസിലാണെങ്കിലും രണ്ടിടത്തും നിയമങ്ങളുണ്ട്. ഇപ്പോൾ റോക്കി ഇടിച്ച പോലത്തെ ഒരു ഇടി സിജോയെ ബിഗ് ബോസിന് പുറത്ത് വെച്ച് ഇടിക്കുകയാണെങ്കിലും റോക്കിക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിനെ വളരെ ഈസിയായി അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു സിജോ കുറച്ചും കൂടി ബുദ്ധിപരമായി ഡീൽ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ കരാട്ടെ ഫിറ്റ്നസ് ട്യൂട്ടോറിയലിൽ അവർ കാണിച്ചു തന്ന ഡിഫെൻസ് പോലെയുള്ള പരിപാടികൾ പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ അങ്ങനെ ഡിഫെൻഡ് ചെയ്യത്തക്ക രീതിയിൽ ഒരു അറ്റാക്ക് നമ്മളിലേക്ക് എത്തത്തക്ക രീതിയിൽ നമ്മൾ ആരെയും അതിര് കടന്ന് പ്രകോപിപ്പിക്കാതിരിക്കുക റിയൽ ലൈഫിൽ എന്ന് പറയുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് കൊച്ചുകുട്ടികളെയൊക്കെ കാണുമ്പോൾ അവരെ ഞുള്ളി നോക്കിയിട്ട് സ്നേഹം കൊണ്ടാണേ എന്ന് പറയുന്ന അമ്മാവന്മാരോടക്കം ബാധകമാണെന്നേ ഞാൻ പറയുള്ളൂ. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ മാർഷൽ ആർട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ട ട്യൂട്ടോറിയൽ പോലെ ഒരുപാട് പരിപാടികൾ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതിനകത്തേക്ക് കടന്നു ചെല്ലാതിരിക്കുക എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. സിജോ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് റോക്കിയെ ഓർമ്മിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.